കേരളം അല്ലെങ്കിൽ വിവേചന ബുദ്ധിയുള്ള മലയാളികൾ ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ നശിപ്പിക്കാനും അതുവഴി രാഷ്ട്രീയ ലാഭം നേടാനും വേണ്ടി മാത്രമാണ് വീണ്ടും അത് കുത്തിപ്പൊക്കിയത്. ഇതിനങ്ങനെ കൂട്ടുനിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് മലയാളികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലും CPM-ഉം ചേർന്ന് നടത്തുന്ന രാഹുൽ നായാട്ട് രണ്ടാമതും പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു. റിപ്പോർട്ടർ ചാനലിലെ ആളുകളെ തന്നെ വിശ്വസിക്കാൻ കഴിയാത്തവർ ആയതുകൊണ്ട് ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണത്. റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിയായ ആൻഡോ അഗസ്റ്റിൻ ഇങ്ങനെയുള്ള പണികളെല്ലാം ഏൽപ്പിക്കുന്നത് അമൈര സിരസ്കൻ എന്നൊക്കെ നാട്ടുകാർ വിളിക്കുന്ന അരുൺകുമാറിനെയാണ്. എന്നാൽ അരുൺകുമാർ പറഞ്ഞത് ആദ്യം തന്നെ നമുക്കൊന്ന് കേട്ടുനോക്കാം. മരമുറി കേസിൽ പ്രതികൾക്കെതിരെ വനം കൊള്ളക്കാരായ കാട്ടുകള്ളന്മാരായ പ്രതികൾക്കെതിരെ അന്വേഷണത്തിനുള്ള അനുമതി നൽകിയിരിക്കുന്നു ഹൈക്കോടതി. വനം വകുപ്പിന് സ്റ്റേ ആവശ്യപ്പെട്ടുള്ള പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്നു തന്നെ പ്രതികളുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള മുൻ ഹൈക്കോടതി വിധി റദ്ദു ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുവെന്നാണ് S. ശ്രീകാന്ത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുട്ടിൽ മരമുറി കേസിലെ വനം കൊള്ളക്കാരായ പ്രതികളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. കേരളത്തിൽ അടുത്തിടെ കണ്ട ഏറ്റവും വലിയ വനം കൊള്ളയാണ് മുട്ടിൽ നടന്നത്. കാട്ടുകള്ളന്മാരായ പ്രതികൾ, അവർക്ക് ഉന്നത ബന്ധം, ഈ വിഷയമെല്ലാം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. വനം വകുപ്പ് വലിയ അന്വേഷണത്തിലാണ്. വനം വകുപ്പിന്റെ ഉന്നതതല അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിരുന്നു. അന്തിമ റിപ്പോർട്ട് വരാനിരിക്കവെയാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധേയമായ ഈ വിധി കൂടി ഉണ്ടാവുന്നത്. ഈ മുട്ടിൽ മരമുറി കേസിന് പ്രതികൾ സമർപ്പിച്ച ഹർജി, സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്നു തന്നെ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ മുൻകാല വിധി റദ്ദു ചെയ്യാനുള്ള സാധ്യതയുമുണ്ടെന്ന് ശ്രീകാന്ത് പറയുന്നു. അങ്ങനെയെങ്കിൽ കാട്ടുകള്ളന്മാരായ മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ അറസ്റ്റിലാവാനുള്ള സാധ്യതയും തെളിയുന്നു. അരുൺകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാട്ടുകള്ളന്മാർ എന്നത് അദ്ദേഹത്തിന്റെ തന്നെ മുതലാളിയും റിപ്പോർട്ടർ ചാനലിന്റെ MD-യുമായ ആൻഡോ അഗസ്റ്റിൻ അടക്കമുള്ള അഗസ്റ്റിൻ സഹോദരന്മാരെ കുറിച്ചാണ്. അതായത് പണം കിട്ടുമെങ്കിൽ ആരെയും കയറി കാട്ടുകള്ളൻ എന്ന് വിളിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പണം കുറച്ച് കൂടുതൽ നൽകിയാൽ ഈ കാട്ടുകള്ളന്മാരൊപ്പം തന്നെ കക്കാനും കള്ളം പറയാനും ഇറങ്ങുന്ന ഒരാൾ. അങ്ങനെയായി മാത്രമേ ഈ അരുൺകുമാറിനെ ആൻഡോ മുതലാളിയും കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മുതലാളിക്ക് തന്നെ ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. പണം കിട്ടിയാൽ എന്തും ഉണ്ടാക്കി പടച്ചുവിടുന്ന അരുൺകുമാർ ഈ രാഹുൽ മാങ്കൂട്ടം കേസും പറഞ്ഞ് വിശ്വസിച്ച് പറ്റിച്ചു എന്നുള്ളത്. പക്ഷേ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കള്ളത്തട്ടിപ്പ് ശബ്ദരേഖകളെല്ലാം അരുൺകുമാറിൻ്റെ കയ്യിൽ നിന്ന് പാളിയതോടെ ആൻഡോ മുതലാളിയുടെ മുഖം മൂടി കൂടിയാണ് ഇവിടെ അഴിഞ്ഞു വീണിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കാൻ അരുൺകുമാർ പറഞ്ഞ ഈ കാട്ടുകള്ളന്മാർ ഇനി 100 ജന്മം കൂടി ജനിക്കേണ്ടതുണ്ട് എന്ന് കേരളം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിയമവിദഗ്ധരുടെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടം കേസ് റിപ്പോർട്ടർ TVയെ തിരിച്ചടിക്കാൻ പോവുകയാണ്. അതായത് അവർ പറയുന്നതിനനുസരിച്ച് ഒരു പരാതിയോ കേസോ ഇല്ലാത്തൊരു വിഷയത്തിൽ എങ്ങനെയോ ഉണ്ടാക്കിയ ശബ്ദരേഖകൾ വെച്ച് ഒരു MLA-യെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് വലിയ പ്രശ്നമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഭാവി ജീവിതത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി വരെ ആകേണ്ടുന്ന ഒരാളെ പറ്റി ഇല്ലാത്ത കേസിന്റെ പേരിൽ അദ്ദേഹത്തെ നശിപ്പിക്കുകയായിരുന്നു റിപ്പോർട്ടർ TV ചെയ്തുകൊണ്ടിരുന്നത്. നല്ല പണി വാങ്ങിക്കാൻ പോകുകയാണ് റിപ്പോർട്ടർ TV. മാത്രമല്ല, ഇനി പരാതി നൽകിയാൽ തന്നെ പ്രായപൂർത്തിയായ 2 പേർ ഉഭയസമ്മതപ്രകാരം ചെയ്ത ബന്ധം, അതിലുണ്ടാകുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ തയ്യാറായാൽ അത് ഒരാളുടെ തെറ്റ് മാത്രമല്ല നശിപ്പിച്ചു എങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുട്ടിയാണോ എന്നറിയാൻ കഴിയില്ല, തെളിവില്ല. നശിപ്പിച്ചു എന്നുറപ്പായാൽ കുടുങ്ങാൻ പോകുന്നത് ആ യുവതിയായിരിക്കും. ഇതെല്ലാം നിയമവിദഗ്ധർ പറഞ്ഞു വയ്ക്കുകയാണ്. തെളിവുകൾ എന്ന് പറയുന്നതെല്ലാം റിപ്പോർട്ടറിൻ്റെ കൂടി കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞാൽ തന്നെ രാഹുൽ അല്ല കുടുങ്ങാൻ പോകുന്നത്. മാങ്കൂട്ടം MLA കുടുങ്ങാൻ പോകുന്നതിനേക്കാളും ഈ കഥകളെല്ലാം കെട്ടിച്ചമച്ച അരുൺകുമാറും ആൻഡോ മുതലാളിയുമായി ആണ് അകത്താകാൻ പോകുന്നത്. അതാണ് തലയിൽ പൂട മാത്രമല്ല ആള് താമസം പോലും ഇല്ലാത്തൊരാളാണ് അരുൺകുമാർ എന്നും ഈ അരുൺകുമാറിൻ്റെ വാക്കും കണ്ടിറങ്ങിത്തിരിച്ച ആൻഡോ മുതലാളി മരം കട്ടതിനേക്കാളും വലിയ നാണക്കേടിലേക്ക് പോകുകയാണിപ്പോൾ. തന്നെ കാട്ടുകൊള്ളൻ എന്ന് വിളിച്ച ലോകം മുഴുവൻ നാറ്റിച്ച അരുൺകുമാറിൻ്റെ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ തകർത്തു കളയാമെന്നത് വെറും വ്യാമോഹമാണെന്ന് തിരിച്ചറിയുകയാണിപ്പോൾ ആൻഡോ മുതലാളി. മാങ്കൂട്ടത്തെ തകർക്കാൻ നോക്കിയത് തിരിച്ചടിയാകുമെന്ന് നിയമോപദേശം കിട്ടിക്കാണും. അതുകൊണ്ട് കള്ളവും കുത്തിത്തിരിപ്പും ഇല്ലാതെ ജീവിക്കാൻ അറിയില്ല എങ്കിലും ഇനി മാങ്കൂട്ടം MLA-യോട് മുട്ടാൻ പോകാതെ പണിയെടുക്കാനാണ് തീരുമാനം എന്നാണ് അറിയുന്നത്. എങ്കിലും അരുൺകുമാർ തന്നെ പറഞ്ഞതുപോലെ കാട്ടുകള്ളന്മാരാണ്. എപ്പോഴാണ് തീരുമാനം മാറ്റുന്നത് എന്ന് പറയാൻ കഴിയില്ല.